ഞാൻ കഴിഞ്ഞ ദിവസം റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. റോയൽ ഡ്രൈവ് ലക്ഷറി വണ്ടികൾ വെക്കുന്ന കേരളത്തിലൊരു നല്ലൊരു ബ്രാൻഡാണ് റോയൽ ഡ്രൈവ്, മുജീബക്ക. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ഒരു ചേച്ചി കടന്നു വരുന്നു. അവരുടെ മുഖത്ത് ഭയങ്കര പ്രസരിപ്പ്, ഒരു ഐശ്വര്യം. മധുപാൽജി ആത്മഹത്യയിലേക്ക് വഹിക്കാൻ കാരണം കടമായിരുന്നു. സാമ്പത്തിക പ്രശ്നം. ഈ നമ്മൾ കാണുന്ന മിക്ക ആളുകളും ഒരു കടത്തിന്മേലോടുന്ന ചില വണ്ടികളാണ്. അല്ലേ? ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കടബാധ്യതകളുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ആരോടും പറയാൻ പറ്റില്ല. ചോദിച്ചാൽ നീ ആർക്ക് വേണ്ടിയിട്ടായി കടം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? പക്ഷേ സത്യത്തിൽ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പൈസയും കടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആരും ബോധ്യപ്പെടുത്താനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഒരു രക്ഷയില്ല, ഇനിയിപ്പം ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ അതെ മംഗലാപുരത്തോട്ട് പോകും. നോക്കിക്കോ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വലിയ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നല്ല കുറേ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായി സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനെ ഒന്ന് നോക്കിയാൽ മതി. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാതെ ഒന്നും ജീവിതം ഉണ്ടാവില്ല. അയാൾ പറയുന്നത് കേൾക്കണോ, ഇയാൾ പറയുന്നത് കേൾക്കണോ, ഇതാണോ ശരി അതാണോ ശരി, മാറാൻ പറ്റുമെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം മതി, അല്ലെങ്കിൽ ഒരു പുസ്തകം മതി. അപ്രിഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാത്ത ഒരു സാധനവും നമ്മുടെ കൂടെ നിൽക്കില്ല. പണമായാലും ശരി, നിങ്ങളുടെ ഭാര്യ ആയാലും ശരി, നിങ്ങളുടെ ഭർത്താവായാലും ശരി, കാമുകനായാലും ശരി, എന്തായിക്കോട്ടെ. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ആക്ച്വലി ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിന് വളരെ വലിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മുടെ സ്റ്റുഡിയോയിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആദ്യം തന്നെ വളരെ നന്ദി പറയുകയാണ്. ഇതിന് മുന്നേ നമുക്ക് വാൾപേപ്പർ തന്ന ശിവദാസൻ ടീമിനോട് വളരെ വളരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ആരംഭിക്കുകയാണ്. കാരണം ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിരുന്നൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു കളറാകട്ടെ എന്ന് നമുക്കൊരു തോന്നി മൊത്തം പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തായ മധുപാലാണ്. മധുപാലിനെ ഞാൻ ആക്ച്വലി പരിചയപ്പെടുന്നത്, ഞാൻ ഈ വണ്ടിയിൽ പോകുമ്പോൾ സാധാരണ പാട്ട് കേൾക്കുന്നതിനേക്കാൾ ഉപരി വീഡിയോസ് കേട്ടുകൊണ്ട് പോകുന്നൊരു പതിവുണ്ട്. അപ്പം അങ്ങനെ ഒരു പണത്തെക്കുറിച്ചൊരാൾ ഇങ്ങനെ ഘോരമായിട്ട് സൂമിൽ ക്ലാസ് എടുക്കുന്നു. അപ്പം അന്നേ ഞാൻ ആഗ്രഹിച്ചു ഇയാളൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളതുകൊണ്ട് മധുപാൽജി ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളൊരുപാട് കാലമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം പടന്ന് പന്തലിച്ചു. ഒരു പോഡ്കാസ്റ്റ് വരെ എത്തി. ഇതിക്ക് മുമ്പ് ഞങ്ങളൊരു പോഡ്കാസ്റ്റ് ചെയ്ത് അത് ഞാൻ തന്നെ പറഞ്ഞൊക്കെ അപ്ലോഡ് ചെയ്യേണ്ട, നിങ്ങൾ വേറെ ദിവസം വന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? തീർച്ചയായിട്ടും. അന്ന് വന്നപ്പോൾ മുമ്പ് കുറച്ച് മസിലൊക്കെ പിടിച്ചിരുന്ന് അന്ന് വന്നപ്പോൾ നിങ്ങൾ ബാർ സ്റ്റൂളിലല്ലായിരുന്നു വെച്ചാൽ. അപ്പോൾ അതൊരു കംഫർട്ടിലാണ്. ഇപ്പോൾ സോഫയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളാണ് ഫസ്റ്റ് അതിഥി. അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട് കാണുന്നു. താങ്ക് യു. ഇത് മുന്നോട്ട് പോകേണ്ടത് ഈ പോഡ്കാസ്റ്റിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, മധുപാൽജി ഇതിന് പ്രത്യേകിച്ച് ഇരിപ്പിനൊക്കെ വല്ല ഇതൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാല് കിഴക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കാം. അതൊരു മര്യാദകേടൊന്നുമല്ല. മുന്നിരിക്കുന്ന ആൾ എന്തായാലും റെസ്പെക്ട് ചെയ്യണം. പക്ഷേ എങ്കിലും ഇതൊരു വളരെ കാഷ്വലായിട്ട് വർത്താനം പറയുക. അതുകൊണ്ടാണ് നമ്മൾ സോഫയിലൊക്കെ മാറിയത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ വന്ന കഥയും നിങ്ങൾ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പോകുന്ന സെറ്റപ്പൊക്കെയാണ്. ഇന്നിപ്പോൾ മധുപാൽജി മണ്ഡലകാലമായതാണ് മലക്ക് പോകുന്നുണ്ടല്ലേ? മാറിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്വാമിയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പറ മധുപാൽജി, എന്താണ് എങ്ങനെയാണ് പരിപാടി? ഇദ്ദേഹം ഒരു സ്പിരിച്വൽ രൂപത്തിൽ ബിസിനസ്സിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു മനുഷ്യനും കൂടെ അല്ലേ? നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് ഇന്ന് ഇഷ്ടംപോലെ ലഭ്യമാണ്. അതും അതുപോലെ ആ ഒരു മേഖല തന്നെയാണല്ലോ എൻ്റെ ഇതും. പക്ഷേ പലപ്പോഴും ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പോയാലും ശരി, ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് ഇല്ല. കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങ് ചെയ്ത് കളയാന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മുഷിയസ്ത്രീയാവും. അപ്പോൾ നമ്മൾ ട്രെയിനിങ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഈ ആൾക്കാരെ ഒരു 10-12 ദിവസമൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവർ വർക്കൊന്നും ചെയ്യത്തില്ല. ചെയ്താലല്ലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഇതിനൊരു വ്യത്യസ്തത കൊടുക്കാൻ പറ്റിയത് നമ്മൾ സ്പിരിച്വാലിറ്റിയും കൂടെ അതിൽ മിക്സ് ചെയ്യുമ്പോഴാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു മതവിശ്വാസത്തിനെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല. സ്വതന്ത്രമായൊരു ചിന്തയിലേക്ക്, പ്രപഞ്ച ശക്തിയിലെ വിശ്വസിക്കുക. ദൈവം ഒന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ.
ഓരോ പ്രപഞ്ച ശക്തിയുണ്ട് അല്ലേ? അപ്പോൾ അതെല്ലാ മതഗ്രന്ഥങ്ങളും അത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിനെ പല ഇതാക്കി പല രൂപത്തിലേക്ക്. അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തി, അതായത് വിശ്വാസം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മുടേത്. വിശ്വാസവും തീർച്ചയായിട്ടും ഞാനൊരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. വിശ്വാസം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മുടേത്. അങ്ങനെയാണ് നിങ്ങൾ. അവിശ്വാസികൾക്കും അവിടത്തേക്ക് സ്വാഗതം തീർച്ചയായിട്ടും. അവിശ്വാസികൾക്ക് സ്വാഗതം. അതെ, അവിശ്വാസികൾക്കും അങ്ങോട്ട് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണ്ടേ എന്താണ് വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം എന്നുള്ള അവർക്ക് മനസ്സിലാവണ്ടേ. പക്ഷെ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ടീച്ചിങ് അല്ല ക്ലാസ്. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിൻ്റെ പരിഹാരം എന്താണ്. ഓക്കെ. ഞാൻ ഈ മധുബാൽജീനെ കാണുന്ന സമയത്തും നമ്മൾ സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു മനുഷ്യനാണ്. ഈശ്വരോ നന്ദി. അത് നിങ്ങളിൽ ഞാൻ അട്രാക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എൻ്റെ ഈ പല പോഡ്കാസ്റ്റിങ്ങിലും പലരെയും വിളിച്ചിട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണ് കേട്ടോ. നമ്മൾ ജീവിക്കുന്ന നിമിഷത്തിലും നന്ദി പറയണം, നമ്മൾ കടന്നു പോയതിനെക്കുറിച്ച് നന്ദി പറയണം, നമ്മൾ വരാൻ പോകുന്നതിനെക്കുറിച്ച് നന്ദി പറയണം. ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയാണ്. എൻ്റെ ഒരു വിശ്വാസം ഞാൻ എൻ്റെ വിശ്വാസം വിശ്വസിക്കുകയും എന്നാൽ മറ്റൊരു വിശ്വാസികളെ ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണ് എൻ്റെ പാരമ്പര്യം. ഞാൻ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ 5 നേരം നമസ്കരിക്കുന്ന ആളുകളാണ്. ഈ നമസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുബാൽജി അതിൻ്റെ ഉള്ളിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും അർത്ഥങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഇപ്പം ഞങ്ങൾക്ക് കൈകെട്ടുക, റുക്കൂ ചെയ്യുക, സുജൂത്ത് ഭൂമിയിൽ തല നെറ്റി വെച്ച് നമസ്കരിക്കുക. ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കുന്ന ആൾക്ക് 100% ഗ്രാറ്റിറ്റ്യൂഡാണ്. നന്ദി പറയുക എന്നുള്ളത് തന്നെയാണ്. മധുബാൽജി ഗ്രാറ്റിറ്റ്യൂഡിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനല്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മൃഗങ്ങൾക്ക് പോലും ആ നന്ദി ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ മനുഷ്യൻ ഇത് കാണിക്കണം. കാരണം മനുഷ്യൻ അവരെക്കാളൊക്കെ ഒരുപാട് വികസിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് ഭൗതിക തലത്തിൽ പ്രബുദ്ധതയുള്ള ആൾക്കാരാണ് നമ്മളെ. അപ്പോൾ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു യൂണിവേഴ്സ് എന്ന ഈ സെറ്റപ്പ് ഇവിടെ നോക്കിയേ എത്ര അമേസിങ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന വായു, വെളിച്ചം, വെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉപാധികളില്ലാതെ അൺകണ്ടീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തിൻ്റെ കുറവുള്ളത്? എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിനോട് നമ്മൾ നന്ദിയോടുകൂടി ഇരിക്കുമ്പോഴാണ് അതിനെ നമുക്ക് ഭക്തിന്നോ അതിൽ കവിഞ്ഞ വാക്കോ ഒക്കെ ഉപയോഗിക്കാം. ആ ഒരു ഉണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദ കണ്ണീര് വരും. മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഈ പടച്ചവൻ്റെ ആ കാരുണ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ആനന്ദ കണ്ണീര് വരും. അതാണ് ശരിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷത്തിലും നമ്മളെടുക്കുന്ന ശ്വാസത്തിലും ഒക്കെ ആ നന്ദി ഉണ്ടായാൽ അവൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല. നന്ദിയാണ്. അല്ലെ മധുബാൽജി ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇത് നമ്മളിത് പറയുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കണം. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പവൻ രാജ്, വീടെന്ന സ്വപ്നം എന്ന് പറഞ്ഞ സീരീസിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള ജേണിയാണ്. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഒരു കോഫി കുടിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും ഇങ്ങനെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാറ്. അപ്പോൾ പവൻ പറഞ്ഞൊരു വേർഡ് ഞാനിവിടെ കോട്ട് ചെയ്യണം. ഇബാദെ, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ലോകത്ത് ഫ്രീ ആണ്. അതെ, നമുക്ക് അപ്പം ഞാനത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലോകത്ത് ഫ്രീ ആണ്. ഓക്കെ, ഫൈൻ. പിന്നീട് ആ തോട്ട്, അതായത് നമ്മൾക്ക് വേണ്ട നമ്മുടെ കണ്ണ് ഫ്രീ ആണ്, നമ്മുടെ മൂക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ ശ്വാസം കിട്ടുന്നത് ഫ്രീ ആണ്, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുന്നത് ഫ്രീ, അപ്പോൾ ചോദിക്കുമ്പോൾ വെള്ളത്തിന് ഇപ്പോൾ കാശ് കൊടുക്കുന്നത് ഫ്രീ ആണ്. ഇതിനെല്ലാം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അൽഹംദുലില്ലാ എന്ന് പറയും. അൽഹംദുലില്ലാ കനിഞ്ഞു തന്നതിനൊക്കെയും നാഥന് സ്തുതി. അല്ല, ഞാൻ എപ്പോഴും ബാദ്ജിയിൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ സംസാരത്തിനിടയിൽ തന്നെ ഒരു 100 തവണ അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് പരിശീലനമായി മാറിയിരിക്കുന്നു. സത്യത്തിൽ നമ്മൾ കോൺഷ്യസ് ആയി, നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി നിങ്ങളത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കും. അപ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആക്ടിങ് അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ നന്ദി എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരു പ്രവൃത്തിയായി മാറണം. അപ്പം നന്ദി ഉള്ളവന് ഏറിടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും തിരിച്ചെടുക്കും. ഈ കാര്യം ഓർത്താൽ മാത്രം മതി. സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് നന്ദി ഉണ്ടോ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ജീവിതത്തിലുണ്ടാവില്ല. ഒരു പ്രശ്നവും ജീവിതത്തിലുണ്ടാവില്ല. അല്ല, അതുപോലെ നന്ദി ഉണ്ടാകാന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നന്ദി എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഉണ്ടല്ലോ, ഇത് ഫീൽ ചെയ്യാൻ പഠിക്കുമ്പോഴാണ്. യെസ്, അല്ലേ?
ഇത് ഫീൽ ചെയ്യണം. നന്ദി, താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവരോടും നന്ദി പറയണം. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അല്ലേ, വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആരോട് നന്ദി പറയണം? യൂട്യൂബിനോട് നന്ദി പറയണം, എൻ്റെ പാരൻസിനോട് നന്ദി പറയണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഡിസൈൻസ്, സുബൈർ, ക്യാമറ തന്നവൻ, പോഡ്കാസ്റ്റ് മൈക്ക്, ഇരിക്കുന്ന ചെയർ, ഉപയോഗിക്കുന്ന ഐഫോൺ, എവറിത്തിങ്ങിനോട് ഇതിലെല്ലാം ഉപരി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊമോട്ട് ചെയ്യുന്നവരെ പിന്നെ നന്ദി പറയണം. അവരാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ ഈ പറയുന്ന പറഞ്ഞില്ലേ, ഇപ്പം ഈ കറക്റ്റായിട്ടുള്ള വൈദ്യുതിയും വെളിച്ചവും അതുപോലെ ശബ്ദവും അതുപോലെ ടെക്നിക്കൽ വർക്കുകളും എല്ലാം സിങ്ക് ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇപ്പം അതങ്ങ് സ്ക്രോൾ ചെയ്ത് അങ്ങ് പോവാം. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മളൊരു സിനിമ കണ്ടിട്ട് വല്ല ഇത് കൊള്ളത്തില്ല. എത്ര നാളത്തെ എത്ര പേരുടെ ഒരു എഫേർട്ടായിരിക്കും ശരിക്കും ക്രിയേറ്റീവ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സിനിമ കണ്ടാൽ ഒരു വീഡിയോ കണ്ടാൽ ആ ഒരു അപ്രിസിയേഷൻ നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യണം. എനിക്ക് തോന്നാറുണ്ട് സത്യത്തിൽ അങ്ങനെ ഫീൽ ചെയ്യേണ്ടത് അതാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് ഏതിനോടും ഫീൽ ചെയ്യും. അവർക്ക് ഭക്ഷണം വെറുതെ കളയാൻ ഒരു സ്രോതസ്സും വെറുതെ കളയാൻ തോന്നില്ല, വെള്ളം വെറുതെ കളയില്ല, ഭക്ഷണം വെറുതെ കളയാൻ തോന്നില്ല, സ്നേഹത്തിന് വിലമതിക്കും, ബന്ധങ്ങൾക്ക് വിലമതിക്കും. നിങ്ങൾ ഒരു സാധനവും വെറുതെ കളയില്ല. കാരണം എന്താണ്? അതിലെല്ലാം നിങ്ങളുടെ എഫേർട്ട് ഉണ്ട്. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഇപ്പോൾ കുറേ സ്പിരിച്വൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, ഒരു ബുക്കിൻ്റെ ഒരു ഓഥറാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്, ഒരു ഇരുണ്ട് നിറഞ്ഞൊരു ജീവിതം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരാൾക്ക് ഒരു തളർച്ച വന്നു കഴിഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഉയർന്ന് പറന്നാൽ അവൻ്റെ ഒരു പറക്കൽ പിന്നെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഉയർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ മനുഷ്യനെ ഏർപ്പെടുത്തും. തീർച്ചയായിട്ടും അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നു വരും മനുഷ്യൻ. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും, ഈ വലിയ വിജയങ്ങൾ നേടിയ ആരുടെ ജീവിതം നിങ്ങൾ എടുത്ത് നോക്കിയാലും അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ഒരു സെറ്റ് ബാക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. ആ തിരിച്ചടികൾ ആണ് അവരെ വളർത്തുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ അതിനേക്കാളും വലിയ തിരിച്ചടികൾ വീണ്ടും ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനേക്കാളും വളർന്നുകൊണ്ടിരിക്കും. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അതെ. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ എൻ്റെതൊരു പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ കണ്ണൂരായിരുന്നു ഞാൻ ജനിച്ച് വളർന്നത്. അപ്പോൾ വൈഫ് കൊല്ലംകാരിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഡാൻസ് സ്ഥാപനത്തിൽ വെച്ചിട്ടൊക്കെ, ഞാൻ ഡാൻസറൊന്നുമല്ല, ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ഡാൻസിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഞാൻ അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ട് പരിചയപ്പെട്ടത്, പിന്നെ പ്രണയത്തിലായി, കല്യാണത്തിലായി, ഇന്നിപ്പം 2 കുട്ടികൾ വരെ ആയി. സോ ഹാപ്പി. നല്ല രീതിയിൽ ഇപ്പം 16 വർഷമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. പക്ഷെ അതിനിടയിലുണ്ടായ കുറേ കഥകളുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന തുടക്കത്തിൽ ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് എനിക്കറിയാവുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ഇംഗ്ലീഷാണ്. ഞാൻ ആ മേഖലയിൽ അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഇട്ട് അവിടെ 8 നില പൊട്ടി, അഡ്വർടൈസ്മെൻറ്റിനൊക്കെ കടബാധ്യതയൊക്കെ കയറി കൂടി തകർച്ചയുടെ വക്കിലായി. പിന്നെ കൊല്ലത്ത് വന്നു. അവിടുന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വെച്ച് നോക്കി പല ബിസിനസ്സുകൾ ചെയ്തു, പരാജയപ്പെട്ട്. അങ്ങനെ ആദ്യത്തെ മോൻ ആദ്യം ജനിച്ചപ്പോൾ തന്നെ അവരുടെ പ്രസവ ചിലവോ കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാൻ പറ്റാതെ, ഒരു സപ്പോർട്ടും ഇല്ലാതെ, എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ, വൈഫിനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച്, അവരുടെ വീട്ടുകാരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ഒരു രക്ഷയില്ല, ഇനിയിപ്പം ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ അതെ മംഗലാപുരത്തോട്ട് പോവുകയും, മംഗലാപുരം എനിക്ക് അറിയാവുന്നൊരു ഏരിയ, കാരണം കണ്ണൂരുകാരനാണല്ലോ ഞാൻ. അപ്പോൾ ആ ഭാഗത്ത് പോയി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാന്ന് വെച്ച് പോയപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. ആ കസിൻ്റെ വീട്ടിൽ തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അത് കണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ അപ്പോൾ ഞാൻ അവിടെ മുന്നേ താമസിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടിലൊക്കെ താമസിച്ചതുകൊണ്ട് അവരോടൊരു എനിക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ഉള്ളതുകൊണ്ട് അവരൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. നന്ദി പറഞ്ഞു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്, ഞാൻ ആത്മഹത്യ പോകുന്നു പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ കസിൻ്റെ ഭർത്താവിന് ഫീൽ ചെയ്ത് ഇയാളെന്തോ വിഷമത്തിലുള്ളതെന്ന് തോന്നി. അദ്ദേഹം എന്നെയും കൂട്ടിയിട്ട് ഒരാളുടെ അടുത്തോട്ട് പോവാണ്. ഒരു സാധാരണ മനുഷ്യൻ, ക്ലീൻ ഷേവ്, വെള്ള ഡ്രസ്സ്, പിന്നെ ഉടുപ്പും മുണ്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരാൾ. എന്നെ കണ്ട ഉടനെ ഇങ്ങനെ ചിരിച്ചു. എത്രയോ ജന്മങ്ങളായിട്ട് പരിചയമുള്ള പോലെ ചിരിച്ചു. എന്നിട്ട് പിന്നെ ഇത് എൻ്റെ അളിയനാണെന്നൊക്കെ പരിചയപ്പെടുത്തി. മറ്റേ ആൾ പരിചയപ്പെടുത്തിയ ശേഷം അളിയനെ പുറത്തോട്ട് പോയ സമയത്ത് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നല്ലേ. അയാൾ നിങ്ങളോട് ചോദിച്ചോ? എൻ്റെ പൊന്നെ,
അപ്പോൾ അത് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും, പൊട്ടിക്കരയും. അപ്പോൾ ഞാനിങ്ങനെ കെട്ടിവെച്ച പോലെയുള്ള എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ അവിടെ കരഞ്ഞു തീർത്തു. അപ്പോൾ കരഞ്ഞു തീർത്തപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വാക്കുകൾ കൊണ്ട് സംസാരിച്ചില്ല, പക്ഷേ എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, നിനക്ക് നിൻ്റെ 2ാം ഇന്നിങ്സ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, നീ ഒരുപാട് പേരുടെ ജീവിതത്തിനെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരാളാണ്, പോകാൻ സമയമായിട്ടില്ല, സമയമാകുമ്പോഴേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. നീ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി ആത്മഹത്യ ചെയ്താൽ നീ മരിക്കത്തില്ല, നിനക്ക് പുതിയൊരു ലോകം നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ മാസ്റ്റർ പറയുന്നത് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇദ്ദേഹത്തെ കാണും. അങ്ങനെ പ്രാണായാമം മുതലായ പല ടെക്നിക്കുകളൊക്കെ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഓരോ പിന്നെയുള്ള ഇങ്ങനെ ഉയർച്ചകൾ, എൻ്റെ സ്ഥാപനമൊക്കെ വളർന്നു. അങ്ങനെ ഉയർച്ചയോട് ഉയർച്ചയായി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ എൻ്റെ ആശയങ്ങളൊക്കെ ആൾക്കാർ കാണാനൊക്കെ തുടങ്ങി. മധുബാലൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ, അതിലൂടെ ആൾക്കാരൊക്കെ ഇത് കാണുന്നത്, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ആൾക്കാർ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ആസൂത്രണം ചെയ്തു. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം എന്താ പറയുക, നമ്മൾ പോലും സംസാരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ള ഒരു അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ ഉള്ളൊരു ട്രെയിനറായി ഞാനിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അത് ആ ആത്മഹത്യയിലേക്കുള്ള യാത്രയാണ് അവിടെ എത്തിയിരിക്കുന്നത്. ആത്മഹത്യ ആകുമ്പോൾ ഇപ്പോൾ ആൾ പറഞ്ഞ് ചിരിച്ച്, നിങ്ങൾ നോക്കി ചിരിച്ചപ്പോൾ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോലോ. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഫീലിംഗ് ചിലപ്പോൾ ആരോടും, ചില സമയത്ത് നമുക്ക് ആരോടും, സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പറ്റാത്ത ഫീലിങ്ങുകളായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, കടബാധ്യതകളുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ആരോടും പറയാൻ പറ്റില്ല. ചോദിച്ചാൽ നീ ആർക്ക് വേണ്ടിയിട്ടായി കടം ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്? പക്ഷേ സത്യത്തിൽ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പൈസയും കടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആരും ബോധ്യപ്പെടുത്താനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഈ അവഗണനയും ഈ പറയുന്ന പോലെ ഈ നമ്മളുടെ ഫ്രസ്ട്രേഷനും എല്ലാം കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പോഴായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരോടിട്ട് നമ്മൾ ദേഷ്യപ്പെടും, നമ്മുടെ ഇമോഷൻ കൺട്രോൾ ആവത്തില്ല, പല അഡിക്ഷൻസ് ഉണ്ടാവും, മൊത്തത്തിൽ നമ്മളങ്ങ് തകരും. പ്രശ്നം. അപ്പം അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു 29 വയസ്സിനുള്ളിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർന്ന ഒരാളാണ്. നിങ്ങളുടെ ഒരു വേറെ ലൈഫ് അവിടെ അവസാനിച്ചത്. പിന്നീടുള്ളത് ഒരു പുതിയ ഇന്നിങ്സാണ്. അതൊരു ഗുരുവിനോട് വളരെയധികം സന്തോഷം. പക്ഷേ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ പേരോ അതുപോലെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാൻ പാടില്ല എന്ന് എപ്പോഴും പറയും. നിങ്ങളുടെ പുസ്തകം ഇപ്പം നമ്മുടെ ആളുകൾ ചോദിക്കണമെങ്കിൽ ആമസോണിലുണ്ടോ? ആമസോണിലില്ല, അത് ഞാൻ അങ്ങനെയൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ അതിൻ്റെ തീർച്ചയായിട്ടും അവൈലബിൾ ആക്കാൻ പറ്റും. കമൻറ്റ് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാറാണ് സാധാരണ. അതിപ്പോൾ അതിൻ്റെ GST ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ആമസോണിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഈ മധുബാൽജി ആത്മഹത്യയിലേക്ക് വഹിക്കാൻ കാരണം കടമായിരുന്നു. സാമ്പത്തിക പ്രശ്നം. ഈ നമ്മൾ കാണുന്ന മിക്ക ആളുകളും ഒരു കടത്തിന്മേലോടുന്ന ചില വണ്ടികളാണ്. അല്ലേ? ഞാനിത് മുമ്പ് നമ്മുടെ ഒരു പോഡ്കാസ്റ്റ് അൻവർ സാം എന്ന് പറഞ്ഞൊരാളെ കുറിച്ച് ഞാൻ കൊണ്ടുവന്നായിരുന്നു. അൻവർ സാമിനോട് ഞാൻ ഈ കടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പെർസ്പെക്റ്റീവിൽ മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറഞ്ഞു, ഇത് പുള്ളി കുറച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ കടം ഇല്ലാതെ ആകണമെന്നുണ്ടെങ്കിൽ പണം വേണം, എങ്കിലേ കടം ഇല്ലാതെ ആവുള്ളൂ. അപ്പം പണത്തെക്കുറിച്ച് പലരുടെയും സങ്കല്പം മെൻറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. മധുബാൽജി പണത്തെ എങ്ങനെ കാണും? ഞാൻ നന്നായിട്ട് പണത്തിന് ബുദ്ധിമുട്ടിയ ഒരാൾ എന്നുള്ള നിലയിൽ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാം. എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാം ഇതിനു വേണ്ടി മാത്രമുള്ളതാണ്. സമൃദ്ധി മണി കോൺഷ്യസ്നെസ് ആണ്. പണം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അത് സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ നമ്മളൊരു മണി മാഗ്നറ്റ് ആവുക. ഈ ജനിക്കുമ്പോഴേ ജനിച്ച് കുറച്ച് ഒരു 7-8 വയസ്സാവുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മണി ബ്ലൂ പ്രിന്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇബാജി അതെങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അത് എവിടെ നിന്നാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മയിൽ നിന്നും അതുപോലെ തന്നെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പണത്തിനെ നോക്കിക്കാണുന്നത്. പൈസ ഇങ്ങനെ വരൂ, പൈസ അറിഞ്ഞാൽ ഇങ്ങനെ. ചില ആൾക്കാർ പറയും മോനെ പണം പാപമാണ്, അധികം പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാപകരമായ ഇതാണ്. അതുപോലെ പണം എന്ന് പറഞ്ഞാൽ പിശാചാണ്, അതിന് കൊക്കിലൊതുങ്ങാവുന്നതേ കൊത്താവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ പഠിപ്പിക്കുന്നത്. ഇവരുടെ അച്ഛനിൽ നിന്ന് കിട്ടിയതിനേക്കാളും നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഇതും വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിവൃദ്ധിയൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ചട്ടക്കൂടിനുള്ളിലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മോനാണ് ഞാൻ. എനിക്ക് ഇത്രയൊക്കെ അങ്ങനെ ജീവിക്കും മോനെ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, നമുക്ക് അന്നുള്ള
ഭക്ഷണത്തിൽ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയതായിട്ടൊന്നും വാങ്ങിക്കരുത്, വലിയ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്, അങ്ങനെയൊക്കെയല്ലേ നമ്മളെ പഠിപ്പിക്കുക. ഏറ്റവും കുറഞ്ഞ സാധനം വാങ്ങിച്ചു തരത്തുള്ളൂ. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വരുമാനം തീർച്ചയായിട്ടും നമ്മളിന്ന് ജീവിക്കുന്ന അവരുടെ കാരുണ്യം കൊണ്ടാണ്. അവർ ആ ചെയ്തിരിക്കുന്ന സേവനത്തിന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണുന്നതല്ല. പക്ഷേ അപ്പോൾ ഈ പറയുന്ന ചിന്ത വരും. അപ്പോൾ പൈസേനെ കുറിച്ച് ചെറുപ്പത്തിലെ ഒരു ധാരണ വന്നതോടുകൂടി നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് 95% ആൾക്കാർ ആവറേജ് ആയിട്ട് ജീവിക്കുന്നത്. ആ ചിന്താഗതി മാറിയാലേ, ആ ചിന്താഗതി മാറാൻ എളുപ്പമൊന്നുമല്ല. ശരി. ആ ചിന്താഗതി അങ്ങനെയൊന്നും മാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ട്രെയിനിങ് പ്രോഗ്രാമിലും ഒക്കെ ആൾക്കാർ ഈ അഫർമേഷനുകളൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ സമ്പന്നനാണ്, ധാരാളം, അങ്ങനെ പറഞ്ഞാൽ തന്നെ പണക്കാരനാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ വാക്ക് വെറുതെ പറഞ്ഞാലൊന്നും നമ്മൾ സമ്പന്നനാവില്ല. ഉദാഹരണത്തിന് സമൃദ്ധി അല്ല സമ്പത്ത് എന്നുള്ള ഒരു വാക്ക് ഒരു സമ്പന്നൻ ഉപയോഗിക്കുന്നതും ഒരു കടബാധ്യതയുള്ള ആൾ ഉപയോഗിക്കുന്നതും രണ്ടും വ്യത്യസ്ത രീതിയിലാണ്. രണ്ടുപേരും സമ്പത്ത് എന്നുള്ള വാക്ക് തന്നെയായിരിക്കും ഉച്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമ്പത്ത് എന്നുള്ളത് ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ധാരാളം പണം ഒഴുകി വരുന്നതാണ് അവൻ്റെ ചിന്ത. എന്നാൽ സമ്പത്ത് എന്ന് പറയുമ്പം, സമ്പത്ത് വരുന്നു എന്ന് പറയുമ്പം ഒരു സാധാരണ കടബാധ്യതയുള്ള ഒരുത്തിൻ്റെ ചിന്ത ഇത് എൻ്റെ കടബാധ്യത എന്നുള്ളതിലേക്ക് മാത്രമായിരിക്കും ചിന്ത പോകുന്നത്. സമ്പത്ത് കടം മാറ്റാനുള്ള സാധനം അതാണ്. അപ്പോൾ അയാൾ ഫോക്കസ് ചെയ്യുന്ന കടത്തിലേക്കും മറ്റേ ആൾ ഫോക്കസ് ചെയ്യുന്നത് സമൃദ്ധിയിലേക്കുമാണ്. രണ്ടും അതുകൊണ്ട് സമ്പത്ത് അല്ലെങ്കിൽ സമൃദ്ധി, പണം എന്നിലേക്ക് ആകർഷിക്കുന്നു എന്ന് രണ്ടുപേര് പറയുമ്പോഴും അവരുടെ ഉള്ളിലെ ആ വൈബ്രേഷൻ, ആ വൈബ്രേഷനാണ് പ്രധാനം. അല്ലാതെ എത്ര അഫർമേഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് കാശ് കിട്ടിയിട്ട് എൻ്റെ കടം മാറ്റണം എന്നുള്ള ഫീലിംഗ് ആണെങ്കിൽ അതേ നടക്കുള്ളൂ. അതെ, അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്ന കീവേഡ് കടമാണ്. മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുമ്പം അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വകേനെ കുറിച്ചാണ് ചിന്തിക്കുക. അത് പണം എന്ന് പറയുന്ന രണ്ടുപേരും ഇപ്പം ഓരോരാൾ പണം എന്ന് പറയുമ്പോൾ ഇപ്പം ഇബാജി പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കില്ല ഞാൻ കാണുന്നത്. പണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വേറെ ചിന്തയായിരിക്കും, എൻ്റെ മനസ്സിൽ വരുന്ന വേറെ ചിന്തയായിരിക്കും. ഇതിൽ ആരാണോ ഈ അബൻഡൻസ് ഫ്രീക്വൻസി, രണ്ട് ഫ്രീക്വൻസിയേ ഉള്ളൂ, അബൻഡൻസ് ഫ്രീക്വൻസിയും ലാക്ക് ഫ്രീക്വൻസി. ഉണ്ട് എന്നുള്ള ചിന്ത, ഇല്ല എന്നുള്ള ചിന്ത. ഈ ഉണ്ട് എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തും അട്രാക്റ്റ് ചെയ്യും. ഇല്ലായ്മയാണ് നിങ്ങളിപ്പോൾ മനസ്സിലെങ്കിൽ ഇല്ലായ്മ അട്രാക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര ആക്ട് ചെയ്താലും അത് മാറില്ല. നമ്മളുടെ എന്താ അതിസൂക്ഷ്മ തലത്തിൽ, മനസ്സിൻ്റെ അതിസൂക്ഷ്മ തലത്തിൽ ഞാൻ സമ്പന്നനാണെന്നുള്ള വൈബ്രേഷൻ കൊടുക്കാൻ പറ്റണം. ഇതെങ്ങനെ സാധാരണക്കാരന് പ്രാക്ടിക്കലാക്കാൻ പറ്റും? സാധാരണക്കാരന് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി പറ്റുന്നത് ആദ്യം അവൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനാണ്. അതായത് ആരുടെ ജീവിതത്തിലും പണം കിട്ടാതൊന്നും ഇരുന്നിട്ടില്ല. ഇവൻ കടന്നു വന്ന വഴികളിൽ ഇവന് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇവന് കിട്ടിയ പണത്തിൻ്റെ പ്രശ്നമുള്ളവനാണ്. പണം ആരൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ചെറിയ പ്രായം മുതലേ നമ്മളെ പലരും സഹായിച്ചിട്ടുണ്ടാവും. ലോൺ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മാമൻ സഹായിച്ചിട്ടുണ്ടാവും, ആരെങ്കിലൊക്കെ നമ്മളെ സഹായിച്ച്, അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിലായപ്പോൾ വേറൊരാൾ സഹായിച്ചു. അങ്ങനെ പലരെ ആ നന്ദിയോടുകൂടി നമുക്ക് പൈസ വന്ന വഴികളെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സ്വഭാവമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ചേഞ്ച് ആവും. അല്ലാതെ അയ്യോ എനിക്ക് നാളെ അവിടെ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, എത്ര അധ്വാനിച്ചാലും ബാക്കി വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ലാക്ക് ഫ്രീക്വൻസിയിൽ ഇയാൾ മനസ്സ് സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അത് എത്രയൊക്കെ ശ്രമിച്ച് എത്ര പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കില്ല. ശ്രമിച്ചു നോക്കിക്കോ നിങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ സമൃദ്ധി കോൺഷ്യസ് എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതിനെ ഒരു കറക്റ്റായിട്ട് അതിലോട്ട് ആ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തിക്കണം. അത് വെറും വാക്കുകൊണ്ടോ വെറും ചിന്ത കൊണ്ടോ ഒന്നും ഒരു സുപ്രഭാതത്തിൽ വരുന്നതല്ല. അതിലേക്ക് നമ്മൾ ഈ പറയുന്ന അതിസൂക്ഷ്മ തലത്തിൽ ആ ഫീലിംഗ്, ഞാൻ ഉള്ള ആളാണെന്നുള്ള ഫീലിങ്ങിൽ എത്തുമ്പോൾ ആ വൈബ്രേഷൻ അതുപോലെ ഒത്തിരി പേർക്ക് മാറ്റങ്ങൾ, ഭയങ്കര മാറ്റങ്ങളാണ് സമൃദ്ധി പ്രോഗ്രാമിലൂടെ ഉണ്ടായിരിക്കുന്നത്. പ്രാക്ടീസിലൂടെ മാറ്റാൻ പറ്റുമല്ലോ. പ്രാക്ടീസ് വേണം. അതായത് ആദ്യം സമൃദ്ധി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ മാറ്റാൻ പറ്റും. കറക്റ്റ്, അതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ്. അല്ലാതെ ഇപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കാം എന്ന് പറയുന്നവർക്കൊന്നും മാറാൻ പറ്റില്ല. ഇപ്പോൾ ഈ എത്രയോ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ഉണ്ട്, എത്രയോ പ്രോഗ്രാംസുകളുണ്ട്, ഒന്നിനും കുറവില്ല ഇവിടെ. പക്ഷേ എന്നാൽ പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്തേന്ന് പറയുന്നവരൊന്നും മോട്ടിവേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് ഇന്ന് ചില പ്രശ്നങ്ങളുണ്ട്. എത്രയോ ആൾക്കാർ ഈ പ്രോഗ്രാമുകളിലൊക്കെ, കേരളത്തിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് പേരുടെ ജീവിതം മാറി. എൻ്റെ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ ട്രെയിനേഴ്സിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുള്ളവരുണ്ട്. എന്നാൽ ഇതിനൊന്നും പോയിട്ട് ഒരു മാറ്റവും ഇല്ലാത്തവരുമുണ്ട്. വൈ? കാരണം അത് പ്രാക്ടിക്കലി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ അതിസൂക്ഷ്മതലത്തിൽ എനിക്ക് മാറിയേ പറ്റൂ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഈ ചിന്തയുള്ളവൻ രക്ഷപ്പെടും. പിന്നെ അത് മാത്രമല്ല, പണത്തെക്കുറിച്ച് പറയുമ്പോഴേ
പണം ഉണ്ടായിട്ട് മറ്റുള്ളവരെ സഹായിക്കരുത്, ഉള്ളതിൽ നിന്ന് കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറയുന്നത്. അതായത് ഓൾറെഡി എനിക്ക് ഉണ്ടെന്നുള്ള ചിന്തയാണ് വേണ്ടേ. അതായത് എന്ത് കാര്യത്തിനും ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഇപ്പോൾ വന്ന് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ. ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇല്ല ലോ ഓഫ് അട്രാക്ഷനിൽ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണ്, പാസ്റ്റും ഇല്ല. ഈ നിമിഷത്തിൽ എന്താണോ ഞാൻ അതാണ് ആ ബോധം. ഈ നിമിഷത്തിൽ എനിക്കിപ്പം ഞാനിപ്പം ഒരു ആക്ടറാണ് ആവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നിമിഷത്തിൽ ഞാൻ ആക്ടറായി ആ രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതെൻ്റെ മനസ്സ്, എൻ്റെ വാക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ഡ്രസ്സിങ് എല്ലാം ഞാൻ അതാണ്. ആ വൈബ്രേഷൻ. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് ഞാൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ ആ സെലിബ്രിറ്റി ഇപ്പാണ്. എൻ്റെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും എന്നെ അതിലേക്ക് താഴെ കൊണ്ടുവരുന്ന ഒരു കൂട്ടുകെട്ട് ഒരാളോട് ഞാൻ സഹകരിക്കില്ല. എതിർക്കാനും പോകില്ല, മിണ്ടാനും പോകില്ല. ഞാൻ എന്നെ അതിൽ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾ, എന്നെ പ്രചോദിപ്പിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, എന്നെ അതിൽ പ്രചോദിപ്പിക്കുന്ന കൂട്ടുകാർ, ഇവരൊക്കെ ആയിട്ട് ഞാൻ സഹകരിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കിയാൽ അത് പലരുടെയും പ്രശ്നം, ഈ പ്രശ്നം ചെറുതായിരിക്കും, പക്ഷെ ഇവരുടെ വിചാരം എൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇവർ അങ്ങനെ ഒരു സാധ്യതയും വരാത്ത രീതിയിൽ മനസ്സിൻ്റെ വാതായനങ്ങളെ അടച്ചിട്ടിങ്ങിരിക്കും. ഇങ്ങനെയുള്ളവരാണ് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നമ്മൾ എല്ലാ വാതിലും, മനസ്സിൻ്റെ എല്ലാ വാതിലും അങ്ങ് തുറന്നിടണം. കാരണം എന്ന് വെച്ചാൽ പല വ്യക്തികൾ ഈ ലോകത്തുണ്ട്, പല സാധ്യതകൾ ഈ ലോകത്തുണ്ട്. ഈ യൂണിവേഴ്സ് എല്ലാം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ വീട്, നാട്, അതിനപ്പുറമൊക്കെ ലോകമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യം എവിടെ നിന്നാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സിലത് കിട്ടിക്കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുമ്പോഴേ അത് വരും. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷയിൽ എന്ത് കാര്യവും സംഭവിക്കും, അത്ഭുതങ്ങളുണ്ടാവും. മിറാക്കിൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ എൻ്റെ ലൈഫിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതാണ്, സൊല്യൂഷൻസ് ഉറപ്പായിട്ട് ഈ ലോകത്തുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി കരുതിയിരിക്കണം. ഞാൻ തയ്യാറാണ് എന്നൊരു ആ ഒരു മോഡിൽ എന്ന ഒരു ഫീലിൽ നടന്നാൽ മാത്രമാണ് ഇത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലേ? ഞാൻ തയ്യാറാണ്, അതിന് ഞാൻ തയ്യാറാണ്. എനിക്ക് ഇന്ന ഒരു പ്രശ്നമുണ്ട്, അത് അഡ്മിറ്റ് ചെയ്യണം ആദ്യം. എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കണം, അതിനെനിക്ക് സൊല്യൂഷൻസ് കിട്ടണം. പടച്ചതമ്പുരാനെ എനിക്കൊരു സൊല്യൂഷൻ താ, അങ്ങനെ പറയുന്നതിൽ പോലും തെറ്റില്ല. അങ്ങനെ മനസ്സിനെ ഓപ്പൺ ആക്കിയിടണം. അല്ലാതെ ഇതോടുകൂടി ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്ന് വിചാരിക്കുന്നത് മനോഹരമായൊരു മനുഷ്യ ജന്മം നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ പോലും ഈ പറഞ്ഞ എനിക്ക് ഗുരു ഇല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ മരിച്ചു പോയേനെ. ആത്മഹത്യ നിങ്ങൾ. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഓപ്പണായിട്ട് എവിടെയും വരില്ല, നിൻ്റെ ഡ്യൂട്ടിയാണ് പഠിപ്പിക്കുക. അതാണ് ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ. നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു ധൈര്യം, ആ ഒരു പാത്തിലൂടെയാണ് നിങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ ഒരുപാട് പേർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഈയുടെ പേഴ്സണലായിട്ട് കൺസൾട്ടിങ്ങിനൊക്കെ വരാറുണ്ട്. ഞാൻ 1-to-1 കൺസൾട്ടിങ്, അതിൽ കുട്ടികളുണ്ടായിട്ടുള്ളവർ, അതായത് +2 വരെയുള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള ബിഹേവിയർ പ്രശ്നങ്ങളുള്ളവർ, അഡിക്ഷൻസ്, അങ്ങനെ പല അവർക്കുള്ള എൻ്റെ കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ ആണ്. +2 വരെയുള്ള കുട്ടികൾക്ക്. കാര്യം അവർ അടുത്ത നമ്മുടെ തലമുറയാണേ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് അവർ. അപ്പോൾ അവർക്ക് ഞാൻ ഫീസ് വാങ്ങിച്ചിട്ടുള്ള കൺസൾട്ടിങ് ഒന്നും ചെയ്യാറില്ല. അവർ സൗജന്യമായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതുപോലുള്ള കുട്ടികളുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അവരെ എങ്ങനെയാണോ ഞാൻ കൈകാര്യം അതുപോലെ തന്നെ മറ്റുള്ളവരും. അതുകൊണ്ട് ഒരാളെങ്കിലും കൈപിടിച്ച് നന്മയിലോട്ട് ഉയർത്താൻ പറ്റിയാൽ, നമ്മളെ പലരും ആ സമയത്ത് ഉയർത്തിയത് കൊണ്ടല്ലേ ബാജി നമ്മൾ ഇന്നിവിടെ. ഞാനിപ്പോഴും ഉണ്ടല്ലോ, ഞാനിത് പറയുമ്പോഴേ, ഇപ്പം നമ്മുടെ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് 3-4 ക്യാമറാസ് വാങ്ങിക്കുകയും ഇപ്പം നമുക്ക് ഇത്രയും മൈക്കൊക്കെ വാങ്ങിക്കാനൊക്കെ നമുക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണ് നമ്മൾ. ബ്ലെസ്സിങ്ങാണ്. ഞാനിപ്പോഴും ഈ ഒരു പോഡ്കാസ്റ്റ് പറയുമ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാട്ടോ. ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരുപക്ഷെ പല ആളുകളും മനസ്സിലാക്കണം, ഞാനൊരു വീഡിയോഗ്രാഫറായിട്ടാണ് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, വെഡ്ഡിങ് വീഡിയോഗ്രാഫിയിൽ എനിക്ക് ക്യാമറകളോട് ഭയങ്കര ഇഷ്ടമാണ്, ഫോട്ടോ എടുക്കൽ ഭയങ്കര. ഞാൻ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫറല്ല, എനിക്ക് ഫോട്ടോ എടുക്കൽ എനിക്ക് വലിയ ഇഷ്ടമൊരു കാര്യം. ഞാനിപ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് റിമൈൻഡ് ചെയ്യും.
ഞാൻ ഈ ഒരു സമയത്തൊരു ഗ്രാറ്റിറ്റ്യൂഡും ആളോട് പറയുകയും ചെയ്യും. ആളെ പറയണം. ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര വലിയൊരു ചോദ്യം എൻ്റെ ലൈഫിലുണ്ടായി. ഞാൻ BCom വരെ പഠിച്ച ഒരാളാണ്. BCom ഞാൻ പ്രൈവറ്റായിട്ടാണ് BCom എഴുതിയെടുക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ ഭയങ്കര വലിയൊരു ഇൻസിഡൻസ് ഞാൻ മധുബാലജിയുടെ ഒരു പോഡ്കാസ്റ്റിൽ പറയാം. അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ഫൈനൽ ഇയർ BCom ടാക്സേഷനോ അങ്ങനത്തെ എന്തോ ഒരു സാധനം, എനിക്ക് ഇപ്പോഴും എന്താണെന്ന് പോലും അറിയില്ല കേട്ടോ എൻ്റെ പൊന്നെ. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൊടൈക്കനാൽ ടൂർ പോവുക. കൊടൈക്കനാൽ ടൂർ പോകുന്ന സമയത്ത് എൻ്റെ പാരൽ കോളേജാണല്ലോ, പാരൽ കോളേജിലാണ് പഠിക്കണം. അവിടുത്തെ പ്രിൻസിപ്പൾ, ഞാൻ ടൂർ പോയിട്ട് 2 ദിവസം കഴിഞ്ഞാൽ വന്നത്. ഇങ്ങനെ മുപ്പരോട് പറഞ്ഞില്ല ഞാൻ ടൂർ പോകണമെന്ന്. ടൂർ പോയി 2 ദിവസം കഴിഞ്ഞാൽ അവിടെ പാരൽ കോളേജ് ചെല്ലുമ്പോൾ എന്നെ ക്ലാസ്സിൽ കയറ്റില്ല. ക്ലാസ്സിൽ കയറ്റണ്ട, നീ വരണ്ട, നീ പൊക്കോ, നീ നിൻ്റെ ഫാദറിനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ വാപ്പ, അവിടുത്തെ പ്രിൻസിപ്പൾ വാപ്പനെ വിളിക്കുന്നുണ്ട്, ഒന്ന് അങ്ങോട്ട് ചെല്ലണം. അപ്പം എൻ്റെ ഫാദർ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, BSN. അപ്പോൾ എന്താണ് പറയണത്, നിനക്ക് ഇത്ര വയസ്സായില്ലേ, ഞാൻ വന്നമെന്നൊക്കെ പറയണത് എന്ത് ലോജിക്കാണ് അതിൻ്റെ അകത്തുള്ളത്? ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ പാടില്ല, വന്നാൽ എന്നെ കയറ്റും. പാപ്പ വരുമോ? ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ചേട്ടാ ഞാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊക്കെ. ഈ 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ലൈഫിൻ്റെ ടേണിംഗ് പോലെ ഉറങ്ങാൻ പോകണം, അതാലോചിക്കണം. ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അപ്പോൾ എൻ്റെ പെങ്ങളാണെങ്കിൽ നല്ലപോലെ പഠിക്കണ ഒരു ക്ലാസ്സിലെ നല്ലപോലെ പഠിക്കണ കുട്ടിയെന്ന് പറയില്ലേ, 99.9 മാർക്ക് കിട്ടിയ കരയണ ആള്, 1% പോയതിന് 0.1 പോയതിന് കരയണല്ലേ, ആ ടൈപ്പിൽ MA എക്കണോമിക്സ് വരെ പഠിച്ച ആളാണ് എൻ്റെ പെങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പ വരാതെ സാർ എന്നെ കേട്ടില്ല കേട്ടോ, ഉറപ്പാണ് 100%. അപ്പോൾ ഞാൻ വരില്ലടാന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വാപ്പാനോട് ചോദിച്ച്, ഞാൻ ഈ പരിപാടി നിർത്തിക്കോട്ടെ, നീ നിർത്താൻ പോകണം, നീ BCom നിർത്താൻ പോകണം. ഞാൻ എഴുതിയ ജയിക്കുമെന്ന് എനിക്ക് തോന്നല്ല കേട്ടോ വാപ്പ, എന്നെ എൻ്റെ ഭാഗത്തുണ്ട്. വാപ്പ ഒന്നും വേണ്ടിയില്ല, നീ എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്, നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തട്ടെ, നിർത്ത് എന്ന് പറഞ്ഞു. ഞാൻ നിർത്തി. BCom എന്തായാലും എക്സാം ആ പ്രാവശ്യം എഴുതി ഞാൻ ജയിക്കില്ല എന്ന് എനിക്കും അറിയാം, പഠിപ്പിക്കുന്ന സാറിനും അറിയാം, പ്രിൻസിപ്പലിനും അറിയാം, ഒരു പരിധി എൻ്റെ വീട്ടുകാർക്കും അറിയാം. ഞാൻ തോറ്റു പോകും ഉറപ്പാക്കുക. എനിക്ക് കാര്യം എൻ്റെ ഇഷ്ടത്തിന് പഠിക്കുന്ന ഒരു സാധനമല്ല ആക്ച്വലി അത്. അങ്ങനെ ഞാൻ നിർത്തി. ഇനി എന്ത്? അപ്പോൾ വീട്ടിൽ സ്വാഭാവികമായിട്ട് ഡിസ്കഷൻസ് വരും. ബന്ധുക്കൾ ചോദിക്കുമ്പോൾ പഠിത്തം നിർത്തിയോ, വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിക്കും. ഇപ്പം എന്താ ഇങ്ങനെ പോലെ പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി പഠിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എങ്ങനെയെങ്കിലും പോകുന്നു പറഞ്ഞു. അന്നെന്ന് പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സാധ്യതകൾ കോഴ്സ് അന്നില്ല. നമ്മുടെ കൊടുങ്ങല്ലൂർ തേജസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്, അവരുടെ ചെറിയൊരു ശാഖ എറണാകുളത്തുണ്ട്. അങ്ങനെ അവിടെ വന്ന് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു. ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നു. ക്യാമറ പേഴ്സൺസിൻ്റെ മാറി ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോകുന്നു. ചാനലുകളിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും മധുബാലജി ഞാൻ ഇപ്പോഴും പറയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയും സാധനങ്ങൾ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളുടെ ക്ലബ്ബിൽ നടക്കുന്നൊരു പരിപാടിയുണ്ട്. ആ ക്ലബ്ബിൽ നടക്കുന്ന പരിപാടിയിൽ കലൂരിൽ നിന്ന് ഒരു ക്യാമറ എടുക്കാനായിട്ട് സഹായിച്ച എൻ്റെ ഫ്രണ്ടുണ്ട് ഫസൽ. അവൻ്റെ ഭാര്യ ഒരു ഭയങ്കര വലിയ ഫ്രൂട്ട് ഷോപ്പ് ബിസിനസ് വെച്ചത്. അവൻ്റെ ഒറ്റ കാരുണ്യം കൊണ്ടാണ് അവൻ ആ പൈസ കൊടുത്ത് എനിക്ക് ക്യാമറ വാടക എടുത്തു തന്നു. ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യണത് അൽഹംദുലില്ലാ. അപ്പം ഞാൻ അവനോട് വളരെയധികം അപ്പോൾ അവൻ്റെ ഇടയ്ക്ക് പറയണം, നീ ഒന്നും ഞാൻ അത് പറയണ്ടേ? കാരണം അന്നൊരു പക്ഷേ നീ തന്നില്ലായിരുന്നെങ്കിൽ മേ ബി എൻ്റെ ജന്മനിയോഗം വരെ ചിലപ്പോൾ ഞാൻ വേറെ. പക്ഷേ എങ്കിലും 100% ഞാൻ നിന്നോട് ട്രസ്റ്റ് ചെയ്യുന്നു. ഇപ്പം എനിക്കിപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ സമ്പത്ത് വെച്ച് മേടിക്കാം. പക്ഷേ നമ്മളാ വന്ന പാതയുണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയും. എൻ്റെ വാപ്പ എങ്ങാനും വന്നായിരുന്നെങ്കിൽ ഞാൻ BCom ഇട്ട് ജയിക്കുകയില്ല, പിന്നെ ബാക്ക് ടു ബാക്ക് അവിടെ പോകണം. അപ്പോൾ ചില സന്ദർഭത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അല്ലേ? ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകേണ്ടവരല്ല. പ്രശ്നങ്ങൾ എത്രമാത്രം കൂടുന്നോ അതിനർത്ഥം നിങ്ങൾ
അത്രയും വലിയ രീതിയിൽ വളർത്താൻ പോകുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും, പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ചില വ്യക്തികളായിരിക്കും, ചില സാധനങ്ങളായിരിക്കും. അന്നേരം നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുഃഖം വരും, നമ്മുടെ ഫോൺ പോയാൽ പോലും നമ്മൾ ഒരുപാട് വിഷമിക്കും. പക്ഷേ അതിനർത്ഥം വേറെ എന്തോ വലിയൊരു സംഭവം നമ്മളുടെ ലൈഫിലോട്ട് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വലിയ അപകടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നല്ല കുറേ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സമാനമായി സംഭവിച്ചിട്ടുണ്ടാവും. ഇതിനെ ഒന്ന് നോക്കിയാൽ മതി. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാതെ ഒന്നും ജീവിതം ഉണ്ടാവില്ല. ഇവിടെ വളരെ ഈസി അല്ല കാര്യങ്ങൾ. നമുക്ക് ജീവിതം കുറച്ച് പ്രാരബ്ധമൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ നേരിടാനുള്ള മൈൻഡ് സെറ്റ്, പ്രശ്നങ്ങളാണ് അവസരങ്ങൾ. തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള മൈൻഡ്, ആ പവർ ഉണ്ടാക്കിയെടുക്കലാണ് ട്രെയിനിങ്ങിലൂടെ ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ വന്ന ഇതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഇനിയും വലിയ പ്രശ്നങ്ങൾ പറ്റടാ, നീ അതിനെ നെഞ്ച് വിരിച്ച് നേരിടുന്ന ആളായി മാറുക, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കുന്ന ആളായി മാറുക. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 100 പേര് പങ്കെടുക്കുന്നതിൽ 100 പേരും ഇതേ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. സ്വീകരിക്കുന്ന ആളുടെ മൈൻഡ് പോലെ ഇരിക്കും. അത്രയുള്ളത് അല്ല, ഇത് ഒരു റെസിസ്റ്റൻസ് മൈൻഡുമായിട്ട് നടക്കില്ല. പലരും പല ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കും പോയതിന് ശേഷമൊക്കെ വരുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർ കൺഫ്യൂസ്ഡ് ഉള്ളിൽ. അയാൾ പറയുന്നത് കേൾക്കണോ, ഇയാൾ പറയുന്നത് കേൾക്കണോ, ഇതാണോ ശരി, അതാണോ ശരി. മാറാൻ പറ്റുമെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം മതി, അല്ലെങ്കിൽ ഒരു പുസ്തകം മതി. നിങ്ങളുടെ ജീവിതം മാറാൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം മതി, അല്ലെങ്കിൽ ഒരു ബുക്ക് മതി. ശരിയാണ് അബ്സല്യൂട്ട് കറക്റ്റ്. അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവന് മനസ്സിലായില്ലേ? അപ്പോൾ മാറ്റം പിന്നത്തേക്ക് വെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ടോ? ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ പാഠം അവർ അച്ചടക്കമുള്ള കുട്ടികളാക്കുക എന്നുള്ളതാണ്. അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളതല്ല. കൃത്യമായ ദിനചര്യകൾ കൊടുക്കുക. എഴുന്നേൽക്കുന്നതിനായാലും വർക്കൗട്ട് ചെയ്യുന്നതിനായാലും ഭക്ഷണം കഴിക്കുന്നതിനായാലും അതുപോലെ പഠിക്കുന്ന സമയമായാലും എല്ലാത്തിലും നിങ്ങളുടെ ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ട് അവനെ വളർത്തുക. ഇങ്ങനെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഭാവിയിൽ അവന് കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാവും. സമയനിഷ്ഠ. അത് നമ്മുടെ കുട്ടികളാരും സ്കൂളിൽ തന്നെ എത്തുന്നതെന്ന് വെച്ചാൽ ബെല്ലടിക്കാനാവുന്നതിന് അടുത്തൊക്കെയാണ്. അപ്പോൾ ആ നേരത്തെ എത്താനും നേരത്തെ എണീക്കാനും അതിരാവിലെ എണീച്ച് പഠിക്കാനും സ്വപ്നം കാണാനും വലിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ ആളുള്ളൊരു ഡിസിപ്ലിൻ ആറ്റിറ്റ്യൂഡാണ് ആദ്യം കൊടുക്കേണ്ടത്. അച്ചടക്കം. നമുക്ക് എത്ര പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും ആദ്യം വേണ്ടത് കുട്ടികൾക്ക് അച്ചടക്കമാണ്. അവനവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ഒടുക്കി വെക്കുക, അവൻ്റെ സ്വന്തം തുണി വാഷ് ചെയ്യാനുള്ള ഇത് കൊടുക്കുക, അതുപോലെ അവൻ്റെ റൂം വൃത്തിയാക്കാനുള്ള കഴിവുകൾ. ഇങ്ങനെ കുട്ടികൾക്ക് അച്ചടക്ക ബോധം ഉണ്ടാക്കണം ചെറുപ്പത്തിൽ. ഈ അച്ചടക്ക ബോധം ഉണ്ടായാലാണ് കുട്ടികൾ വളരുന്നത്. അതായത് നോക്കുമോ, ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുമോ, അവരൊക്കെ നല്ല അച്ചടക്കമുള്ളവരാണ്. നിങ്ങൾ രാവിലെ എത്ര മണിക്കാണ്? ഞാൻ രാവിലെ 3:30 ആകുമ്പോൾ എണീക്കും. 3 മണിക്ക്. അത് ഒരുപാട് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 3:30 മണിക്ക് എണീച്ചതിന് ശേഷം മെഡിറ്റേഷൻ ഉണ്ട്. മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം ഓരോരോ ടീമിനായിട്ട് മെൻറ്ററിങ് സെഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഫ്രീ എന്തെങ്കിലും മെഡിറ്റേഷൻ പരിപാടി ഉണ്ടോ? ഫ്രീ അല്ല, അങ്ങനെ ഫ്രീ ആയിട്ട് അതുണ്ട്. രാവിലെ സൂം സെഷനിലൂടെ 250 രൂപ ഒരു മാസത്തേക്ക്. അത് ഏതൊരാൾക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പരിപാടിയാക്കി വെച്ചിട്ടുണ്ട്. അത് സൂമിലൂടെ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റും. അത് പിന്നെ ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്യും. ഡെയിലി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് മെഡിറ്റേഷൻ. 3 മണിക്ക് 5:30 to 6 ആണ് ഈ മെഡിറ്റേഷൻ ഈ പറയുന്ന എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ എണീക്കും? ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ആ മുഹൂർത്തത്തിൽ തന്നെ. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണ് രാവിലത്തെ സമയം. കാരണം ഏറ്റവും സൈലൻ്റ് ആയിരിക്കുന്ന സമയമാണ്. വേറെ ആരുമില്ല, വണ്ടിയുടെ ഹോൺ ശബ്ദമില്ല, അല്ലെങ്കിൽ ഫോൺ വൈബ്രേഷൻസ് ഇല്ല, ഒരു നോയ്സും ഇല്ലാതെ ഏറ്റവും സുഖകരമായി ഇരുന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചും നിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതുപോലെ നിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും പാസ്റ്റിനെ കുറിച്ചും ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റിയ ഏറ്റവും മനോഹരമായ സമയമാണത്. ഞങ്ങളുടെ തഹജ്ജുദ് എന്ന് പറയും, തഹജ്ജുദിൻ്റെ സമയം, ബ്രഹ്മമുഹൂർത്തം. ആ സമയത്ത് വേറെ ഒന്നും ശല്യങ്ങളില്ലല്ലോ. നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം. നിങ്ങൾ പാട്ട് പാടുമോ? പാട്ട് പാടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കുന്നല്ലോ. 2 പാട്ട് പാടാൻ പറ്റും.
പോഡ്കാസ്റ്റ് മാറി പാട്ടോ എന്ന് പറയുന്നത്. ഇല്ല അത്ര നല്ല ഒരു മികച്ച കാര്യം. നിങ്ങളുടെ വൈഫ് നല്ലൊരു ഡാൻസ് ടീച്ചറാണ്. അതെ, ഡാൻസ് ടീച്ചറിനേക്കാൾ ഉപരി നല്ലൊരു പെർഫോമറാണ് അവർ. പെർഫോമറാണ്. അത് മെതിൽ ദേവിക എന്ന് പറയുന്ന മാഡത്തിൻ്റെ കീഴിലാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുകയാണ് അപ്പോഴും ജീവിതം മുഴുവൻ പഠിത്തമെന്നില്ല. എപ്പോഴാണ് പൂർണ്ണത വരുന്നത്? നമുക്ക് ലൈഫ് ത്രൂ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അവർ മാഡത്തിൻ്റെ കീഴിൽ ഇപ്പം മോഹിനിയാട്ടം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വളർത്തിയെടുത്തത് റിഗാറ്റ ഗിരിജാചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് റിഗാറ്റ ഗിരിജാചന്ദ്രൻ. മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ മെതിൽ ദേവിക മാഡത്തിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. മോഹിനിയാട്ടത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ കുച്ചിപ്പുടിയിൽ അവർ ബിജുല എന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ കീഴിൽ കുച്ചിപ്പുടി, അങ്ങനെ എല്ലാ വിഷയത്തിലും ഉള്ള എക്സ്പെർട്ടാണ്. ഇപ്പോൾ അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവർ യാത്രകളൊക്കെ ചെയ്യുന്നു, പല പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവർ ആ മേഖലയിൽ വളരെ ഹാപ്പിയാണ്. അതായത് നമ്മുടെ കൂടെ ഇരിക്കുന്നവരും വിജയിക്കണ്ടേ, നമ്മൾ മാത്രം വിജയിച്ചപ്പോൾ. അതെ കറക്റ്റ്. ഈ മധുപാൽജീനെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ ട്രെയിനിങ് ആണ്. അത് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ കണ്ടെത്തിയതോടുകൂടി എൻ്റെ ജീവിതം മാറുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവന് ഏറ്റവും മികച്ച പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന ഒരാൾ, എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ, അയാൾ ജീവിതത്തിൽ വിജയിച്ചിട്ട് നാളെ അയാൾ വന്നിട്ട് എൻ്റെ സ്വന്തം കാറിൽ ഇറങ്ങി വന്നിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു മൂമെൻ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ സന്തോഷം. അപ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഡോപ്പമിൻ പ്രവാഹം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സംഭവമാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ത്രില്ലാണ് അത്. എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഊണും ഉറക്കമില്ലാതെ ഞാൻ ഈ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആൾക്കാർക്ക് ഏറ്റവും മികച്ച സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച മോട്ടിവേഷൻ ട്രെയിനിങ് എങ്ങനെ കൊടുക്കാമെന്ന് ഞാനിങ്ങനെ ഊണും ഉറക്കമില്ലാതെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പാഷനാണ്, ഇതെൻ്റെ ഒരു തൊഴിലല്ല, എൻ്റെ ഒരു വികാരമാണിത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വീഡിയോ എന്ന് പറയുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ഇപ്പം മധുബാൽ, ഇപ്പം ഞാനിപ്പോഴും ആലോചിക്കണം, നിങ്ങൾ അന്ന് എന്നെ വിളിച്ചു, ഞാനന്ന് ഇവിടെ ജിമ്മിലായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മധുബാൽജി, ഞാൻ നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വണ്ടിയിൽ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ സൂം സെക്ഷന് PP വിജയൻ സാറിൻ്റെ സൂം സെക്ഷനിൽ മണിയെക്കുറിച്ച് പറയുന്ന സാധനം, ഹാപ്പി മണിയെക്കുറിച്ച് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ച് പഹയനൊന്ന് കാണണമല്ലോ, ഏതെങ്കിലും സമയത്തൊന്ന് പരിചയപ്പെടണമല്ലോ. എനിക്ക് ഏറ്റവും ത്രില്ലടിക്കുന്നത് എന്താണെന്നറിയാം, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് എന്താണെന്നറിയാം, ആളുകളോട് കണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിങ്കർണൈസേഷൻ വന്ന് ഒരു എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കഴിയുമ്പോൾ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ആ ബന്ധത്തിൽ നിന്ന് ഒരു വീഡിയോ ഉണ്ടാവുന്നു. അല്ലേ, ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു പുകമറയില്ല. വളരെ ഇപ്പം ക്യാമറ ഉള്ളവരെ നമ്മൾ മറന്നുപോയി. നമ്മൾ വളരെ ഞാൻ ആദ്യത്തെ തവണ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആക്ച്വലി ഞാൻ ആർട്ടിഫിഷ്യൽ ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞാനിതുപോലുള്ള ഒരുപാട് ഇൻ്റർവ്യൂകളൊന്നും പങ്കെടുത്ത ഒരാളൊന്നുമല്ല. ആൾക്കാർ പഠിപ്പിക്കാം, അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാം എടുക്കാം, അതിൽ എന്നെ വെല്ലാനൊന്നും ആരുമില്ല, അത്രയും പവർഫുള്ളായിട്ട് ഞാൻ എടുക്കും. പക്ഷേ എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ അത്ര ഓർഗനൈസ്ഡ് ഒന്നുമല്ല അതിനെക്കുറിച്ച്. അപ്പോൾ അന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഒരു മൈൻഡ് അങ്ങനെ ഓപ്പൺ ആവാൻ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്നറിയില്ല, മനസ്സിലായില്ലേ. പക്ഷേ ഇന്ന് ഞാനിവിടെ മൈക്കുണ്ടെന്ന് വിചാരിച്ച് സംസാരിക്കുന്നില്ല, എന്തായാലും കാഷ്വലായിട്ട്. അല്ല, ഈ ഒരു വീഡിയോയിലെ മധുബാൽജി വീഡിയോ വ്ളോഗിംഗ് ആണ് നമ്മുടെ ഒരു മേഖല. നമ്മൾ വീഡിയോ വ്ളോഗിങ് നമ്മുടെ മേഖലയാണ്. അതുപോലെ തന്നെ നമ്മൾ ആളുകളെ കാണുന്നത് ഞാനിപ്പോഴും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നു, ഞാൻ ചെയ്ത എല്ലാ വീഡിയോകളിലെയും ഓണേഴ്സുമായിട്ട് ഞാനൊരു ഉള്ളിനുള്ളൊരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. സത്യം, ഞാൻ കൂടുതലും റിപ്പീറ്റഡ് കണ്ടൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. 99.999% ആളുകളും നമ്മളെക്കുറിച്ച് മോശം പറയില്ല പരിചയപ്പെട്ടതിന് ശേഷം. തീർച്ചയായിട്ടും പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് എന്തും പ്രഡിക്റ്റ് ചെയ്യാമല്ലോ. അയാളാൾ ശരിയല്ല, അല്ലെങ്കിൽ ഇയാളാൾ ശരിയല്ല എന്നുള്ളത് നമുക്ക് എന്തും പറയാമല്ലോ. പക്ഷെ പ്രഡിക്റ്റ് ചെയ്തതിന് ശേഷം കാര്യം എനിക്ക് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക, അവരിലൊരാളായിട്ട് മാറുക, അവർ നമ്മളൊരാളായിട്ട് മാറുക. ഇബാജി, ഇത് പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു പോയിന്റ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചെയ്യുന്നൊരു കർമ്മം എന്താണെന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാത്ത ഒരു സാധനവും നമ്മുടെ കൂടെ നിൽക്കില്ല. അത് പണമായാലും ശരി,
നിങ്ങളുടെ ഭാര്യ ആയാലും ശരി, നിങ്ങളുടെ ഭർത്താവായാലും ശരി, കാമുകനായാലും ശരി, കാമുകിയായാലും ശരി, കുട്ടികളായാലും ശരി, പുസ്തകമായാലും ശരി, നിങ്ങളുടെ വീടായാലും ശരി, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് പടച്ചോൻ തന്നിരിക്കുന്ന ഈ സാധനത്തിനെ നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിൽക്കില്ല, നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ തന്നെ നോക്കൂ, ഇപ്പോൾ സൗഹൃദം നമ്മൾ ഇപ്പം അധിക നാളായിട്ടൊന്നും പരിചയപ്പെട്ടില്ല, പക്ഷെ ആ പരിചയപ്പെട്ടതിന് ശേഷമുള്ള നിങ്ങൾ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബന്ധം നിൽക്കുന്നത്. ആ ഫോൺ കോളിനൊരു പ്രസക്തി വരുന്നത് ആ അപ്രിസിയേഷൻ. ഈ അപ്രിസിയേഷൻ നിങ്ങളുടെ പണത്തിനോടും കാണിക്കണം, ഈ അപ്രിസിയേഷൻ നിങ്ങളുടെ ഭാര്യയോടും കാണിക്കണം, നിങ്ങളുടെ കുട്ടികളോടും കാണിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നതിന് അവർ വളരെ പ്രാധാന്യമുണ്ട്. ഉദാഹരണം, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് പാചകം ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ ഒരു ഭക്ഷണം തരുവാണ്, അത് നല്ല കൊള്ളാം. നിങ്ങൾ ഫോണും നോക്കി ആ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ എടി സൂപ്പറായിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് അവർ വളരെയധികം സന്തോഷിക്കും. അവർ നല്ലൊരു നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത സാരി തന്നെ കൊടുത്ത് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു വാക്ക് അവർ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. അപ്രിസിയേഷൻ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പണത്തിനെ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുന്നു, അല്ലെങ്കിൽ കിട്ടിയ ഉടനെ അങ്ങ് ചിലവാക്കുന്നു, തീർന്നില്ലേ? തിരിച്ചു കിട്ടുമോ? കയ്യിൽ കിട്ടുന്ന സാധനത്തിനെ വാല്യൂ ചെയ്യൂ, അതിനെ ഇൻവെസ്റ്റ് ചെയ്യൂ, അതിനെ വീണ്ടും ഡബിളാക്കൂ. ശരിയാണ്. നിങ്ങൾ എന്തിന് നല്ല പോലെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനെ ഈ സാധനങ്ങളെയും ബന്ധങ്ങളെയും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആവുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും അപ്രിസിയേഷൻ ഉണ്ടാകുമ്പോഴാണ്. പോസിറ്റീവായിട്ട് പറയാം. അതെ, നമ്മുടെ വീട്ടിൽ വന്നാൽ അറിയാൻ പറ്റും നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള, നിങ്ങളുടെ ഓഫീസിൽ കയറിയാൽ അറിയാൻ പറ്റും നിങ്ങൾ എത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെന്ന്. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ സാധനങ്ങളോടുള്ള നന്ദി. കാരണം അത് പൈസ കൊടുത്തിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നതാണ്, നിങ്ങളുടെ ചെരുപ്പായാലും നിങ്ങളുടെ വസ്ത്രമായാലും നിങ്ങളുടെ അന്നമായാലും. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളെ നിങ്ങൾ വളരെ ഭംഗിയായി കാണാൻ പറ്റണം, അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്നാണ്. ഒരു സാധനം നിനക്ക് വെറുതെ കളയാൻ തോന്നില്ല. ഇവനൊരു മുട്ടുസൂചി പോലും വെറുതെ, അത് പൈസയാണ്, നീ പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. ഒരു പുസ്തകത്തിൻ്റെ പേജ് കീറുമ്പോൾ നിനക്ക് നോവും, കാരണം നീ പൈസ കൊടുത്ത് വാങ്ങിച്ച ആ പണത്തിനെ നീ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടാവും. അല്ലാതെ ആക്ട് ചെയ്യുകയോ കുറേ ഞാൻ നന്ദിയുള്ളവനാണെന്ന് പറയുന്നതൊന്നും അല്ല ഗ്രാറ്റിറ്റ്യൂഡ്. അത് നിങ്ങളുടെ ഓരോ പരമാണുവിലും വൈബ്രേറ്റ് ചെയ്യേണ്ട ഫീലിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ആൾക്കാർ ഘോരഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുത്തിയിരുന്ന് എഴുതുന്നവരെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനും അങ്ങനെയുള്ള പരിശീലനമൊക്കെ കൊടുക്കാറുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ പരമാണുവിലും വൈബ്രേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവന് ഒന്നിൻ്റെ കുറവുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു കേട്ടോ, നമ്മൾ മനുഷ്യരാണ്. ഒരു മനുഷ്യൻ എന്തിന് ജീവിക്കുന്നു എന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോ ഡൗട്ട്, തീർച്ചയായും. ഞാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ മധുബാൽ എന്ന് പറയുന്ന ഒരാൾ, ഇപ്പം ഒരു സാധാരണ ഒരാളോട് നമ്മൾ ചോദിക്കണം നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത്, എനിക്ക് കാശുണ്ടാക്കാൻ എന്ന് അവൻ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. അതിനേക്കാൾ ഉപരി അവൻ ചെയ്യുന്നത് മറ്റൊരാളെ സഹായിക്കാനാണ് എന്ന രൂപത്തിലേക്ക് അവൻ്റെ ഫ്രീക്വൻസിയെ മാറ്റിയാൽ അവൻ്റെ ലൈഫിൽ ഭയങ്കര രസമായിരിക്കും. ഉദാഹരണം, ഞാനൊരു എക്സാമ്പിൾ പറയാം. മധുബാൽജി ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസുകൾ ഡിസൈൻ ചെയ്യുന്നു, ഒരുപാട് പരിപാടികൾ ആളുകളിലേക്ക് എത്തിക്കുന്നു. ആ എത്തിക്കുന്നതിലൂടെ ആളുകൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. ആ ട്രാൻസ്ഫോർമേഷൻ്റെ ബൈ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ ക്യാഷ്, അല്ലേ? ഒബ്വിയസ്ലി അല്ലേ? ഈ തത്വം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇബാജി സക്സസ്ഫുൾ ആയത്. ഞാൻ പറയാം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളും പണക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പണത്തിന് വേണ്ടി ബിസിനസ് ചെയ്യുന്ന ഒരാളും പണക്കാരനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം എന്ന് പറയുന്നൊരു ഉപോൽപ്പന്നമാണ്. നിങ്ങൾ കൊടുക്കുന്ന സേവനം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നം അതെന്തും ആയിക്കോട്ടെ, അത് മറ്റുള്ളവരുടെ നന്മക്കാണെന്നുള്ളൊരു കൺസെപ്റ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിലെ ഭക്ഷണം നമ്മൾ എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ കച്ചവടമായി മാറിക്കഴിഞ്ഞാൽ അത് കച്ചവടമാണ്. അതിന് പകരം എൻ്റെ അടുത്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഫുഡാണ്, നല്ല ക്വാളിറ്റിയുള്ള, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫുഡേ ഞാൻ കൊടുക്കില്ല. അങ്ങനെ കുറേ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ അടുക്കള മുതലുള്ള ആ ഒരു സ്നേഹവും ആ ഡെഡിക്കേഷനും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടത്തേക്ക് ആൾക്കാർ വന്നോളും. ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞപ്പോഴേ ഇപ്പം ഈ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ എൻ്റെ ലൈഫിൽ ഇന്നുള്ളൊരു സംഭവം ഉണ്ടായി.
ഞാൻ ആദ്യം തന്നെ വളരെ വളരെ റെസ്പെക്റ്റ്ഫുള്ളി നമ്മളൊരു വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. റോയൽ ഡ്രൈവ് ലക്ഷറി വണ്ടികൾ വെക്കുന്ന കേരളത്തിലൊരു നല്ലൊരു ബ്രാൻഡാണ് റോയൽ ഡ്രൈവ്. മുജീബക്ക. അപ്പം മുജീബക്ക നമ്മുടെ പോഡ്കാസ്റ്റിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു പോഡ്കാസ്റ്റ് വന്നു. അപ്പോൾ മുജീബക്ക വേറൊരു ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് മുജീബക്കയുടെ ഓഫീസിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇന്നലെ വിരാട് കോഹ്ലിയുടെ കാർ എടുത്ത് അപ്പം ഞാൻ ഇന്നലെ അവിടെ ചെന്നു. ഞാൻ ഇത് ഞാൻ ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റിൽ ഇത് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടു. ഈ നമ്മൾ ചെയ്യുന്ന പണിയിലെ ഒരു ആത്മാർത്ഥത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനത് പറയണത്. മുജീബക്കയുടെ ഓഫീസിലേക്ക് ഞാൻ ചെല്ലുന്നു. മുജീബക്ക അപ്പോൾ ഒരു 10 minutes ലേറ്റാണ്. മൂപ്പര് കുട്ടിയുടെ സ്കൂളിൽ എന്തോ പ്രോഗ്രാമുകളാണ് താമസിച്ചത്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി ഒരു ചേച്ചി കടന്നു വരുന്നു. ആ ചേച്ചിയുടെ പണി സമയം 6:30-7 മണിയായിട്ടോ. അവരുടെ മുഖത്ത് ഭയങ്കര പ്രസരിപ്പ്, ഒരു ഐശ്വര്യം. അവിടെ കോഫി കൊണ്ട് കൊടുക്കുന്ന ഒരു ചേച്ചി. ഞാൻ ആ ചേച്ചി ഞാൻ എവിടെ ചെന്നാലും ആളുകൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യും. എനിക്ക് ആളുകളെ നിരീക്ഷിക്കൽ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ഞാൻ നോക്കിയപ്പോൾ സാർ, അപ്പോൾ ഇവരെന്നോട് പറയണം, സാർ ഞാനൊരു 2 minute ലേറ്റായി പോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങൾ എന്തിനാ ചേച്ചി എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഞാനിപ്പോൾ ഒന്നിരുന്നല്ല, സാർ വന്നപ്പോൾ ഞാനവിടെ ഒരു പരിപാടിയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ചായ കൊണ്ടുവരാൻ ക്ഷമിച്ചത്. റിയലി സാർ. ഞാൻ പടച്ചവന് ഇവർ കൊള്ളാമല്ല, ഇവരെന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സാറിന് എന്താ വേണ്ടത്? ചായ വേണോ, കോഫി വേണോ? ഞാൻ വിത്തൗട്ട് കഴിക്കുന്ന ആളും, അതുപോലെ ചിക്കൻ സാർ അധികം കഴിക്കില്ല, ഇത് വിത്തൗട്ട് ബ്ലാക്ക് ടീ തരുമോ? ഞാൻ ഓക്കെ. കോഫി വേണോ, ചായ വേണോ? പിന്നെയും ചോദിക്കണം. പിന്നെയും ഈ ചായ കൊണ്ടുവന്നപ്പോൾ പിന്നെ എന്നോട് സോറി കേട്ടോ, ഞാൻ ഇന്നൊരു കാര്യം കൊണ്ടാണ് താമസിച്ചത്. ഒരു 8:30 മണിയായപ്പോഴും ആ സ്ത്രീയുടെ മുഖത്തുണ്ടായ എനർജി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്രസരിപ്പുള്ളൊരു സ്ത്രീ. ഞാൻ അപ്പം മുജീബക്ക ഇരുന്നപ്പോൾ ഇവർ വീണ്ടും വന്നു. സാറിന് എന്താ വേണ്ടത്? മുജീബക്കാട് ഇവർ ചോദിക്കുകയാണ്, സാറിന് എന്താ വേണ്ടത്? വെള്ളം വേണോ, ഇളനീര് തരട്ടെ? ഇവർ ചോദിക്കണം, ഇളനീര് തരട്ടെ? അപ്പോൾ മുജീബക്ക പറഞ്ഞു, എനിക്ക് എന്താണെങ്കിലും തണുത്തത് വേണ്ട, എന്നാൽ ഞാൻ കോഫി തരട്ടെ? ഷുഗർ വേണ്ട, എന്നാൽ ഞാൻ ബ്ലാക്ക് ടീ സാറിന് തരാം. ഞാൻ പറഞ്ഞു, മുജീബക്ക ഇവരൊരു നല്ലൊരു സ്ത്രീയാണ് കേട്ടോ. ഞാൻ വെച്ചാൽ നിങ്ങളിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അവർ നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, നമ്മളിത് ജോലിയായിട്ടല്ല ഇതിനെ കാണുന്നത്, നമ്മളിതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇത് കാണുന്നത്. അതേ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, നമ്മൾ നല്ലൊരു ഈ ഒരു പോഡ്കാസ്റ്റ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ഷീ ഈസ് വെരി ബ്ലസ്ഡ്. ഇതിൽ എനിക്ക് ആസ്വദിച്ച് ഈ പറയുന്ന കാര്യം ഇപ്പം പലരും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാറുണ്ട്. ഇപ്പോൾ ആശുപത്രികളിൽ ക്ലീനിങ്ങും മുതൽ പല ജോലികൾ, പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ജോലികൾ കുടുംബത്തിന് അന്നം വാങ്ങിക്കാൻ വേണ്ടി ചെയ്യുന്ന ജോലിയാണെന്നുള്ള ബോധത്തോടു കൂടിയാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതൊരു യാന്ത്രികമായൊരു കർമ്മമാവും. പക്ഷെ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒരു പണിയും മോശമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എല്ലാ പണിക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട്. ഈ മൂല്യം നമ്മളിപ്പം നാളെ നമ്മൾ ചിലപ്പോൾ ഒരു കോടീശ്വരനായി മാറുമായിരിക്കും, അല്ലെങ്കിൽ മുന്നേ എൻ്റെ ഉപ്പാപ്പക്കൊരു ആന ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞ കാര്യം, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം. ഈ നിമിഷത്തിൽ നീ എന്ത് പണിയാണ് എടുക്കുന്നത്? ഞാൻ ഇന്ന കാര്യം എടുക്കുന്നത്. അതിനെ ഏറ്റവും ഭംഗിയോടുകൂടി ചെയ്യുമ്പോഴേ ഈ പറയുന്ന പ്രപഞ്ച ശക്തൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇതിൽ പരാതി കണ്ട്, പരിഭവം കണ്ട്, എല്ലാത്തിലും കുറ്റവും, റോഡിലൊക്കെ പോകുമ്പോൾ പറയുന്നത് ഇത് എന്തൊരു റോഡാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റോഡ് പണിയൊക്കെ എടുക്കുന്നതുകൊണ്ട് ചില വിഷമതകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നില്ല. നാളെ വളരെ മനോഹരമായൊരു റോഡിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും നമ്മൾ പ്രശ്നം. അപ്പോൾ എന്നാലിപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നില്ലേ? ഈ ഒരു മനോഭാവമാണ് നിങ്ങളെ വളർത്തുന്നത്. ഈ പരാതി പരിഭവവും പറയുന്ന ഒരാളും രക്ഷപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ സ്ത്രീക്ക് ഇപ്പോൾ അവിടെ കിട്ടുന്ന ശമ്പളം നമുക്ക് ഊഹിക്കാം. പിന്നെ പക്ഷേ അതുപോലെ എന്നെ അട്രാക്ട് ചെയ്ത് വേറെ വളരെ പ്രധാനം, ഒന്നാമത്തെ കാര്യം ഐ തിങ്ക് 7:30 ഞാനവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണമെങ്കിലോ ഇവറ്റം വന്നപ്പോൾ എനിക്ക് പോകാനും പറ്റിയല്ല, ഇവനില്ലായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പോകാമായിരുന്നു എന്നാണ് ആറ്റിറ്റ്യൂഡെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് എനിക്കത് റീഡ് എടുക്കാമായിരുന്നു. പക്ഷേ ഇതല്ല, വളരെ ചിരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചില സന്ദർഭങ്ങൾ ചില ആളുകൾ എന്നെ നോട്ടീസ് ചെയ്യും. അത് അവർ ആ വർക്കിനോട് കാണുന്ന ആ ഒരു ഡെഡിക്കേഷനും അറ്റ് ദ സെയിം ടൈം
ഇതെൻ്റെ സ്ഥാപനമാണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്കുള്ള. തീർച്ചയായിട്ടും ഇത് നമ്മുടെ കുടുംബത്തിലും വളരെ പ്രധാനം. ഇപ്പം എന്താ വെച്ചാൽ മിക്ക കുടുംബത്തിലും ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്നവരാണ്, കുട്ടികൾ പഠിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ അമ്മ രാവിലെ പാചകത്തിന് ഇറങ്ങുമ്പോൾ ആ വെപ്രാളത്തിലായിരിക്കും പലതും പാചകം ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ പാചകം ചെയ്യുന്നത് അതിൻ്റെ ഒരു എനർജി ഈ പറയുന്ന ഭക്ഷണത്തിലുണ്ടാവും. അതെ. ഇപ്പം വെള്ളം ഇരുന്ന് കുടിക്കണം എന്ന് പറയാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏറ്റവും ശാന്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളായത്. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ വെള്ളം കഴിക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും അത് പാചകം ചെയ്യുമ്പോഴായാലും എന്ത് എനർജിയാണോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ആ എനർജി ആ പദാർത്ഥങ്ങളിലോട്ട് പോകും, അതെല്ലാവരിലോട്ടും പോകും. കുടുംബത്തിൽ ഒരു അമ്മയുടെ എനർജിയാണ് തന്നെയാണ് ആ കുടുംബത്തിലെ മൊത്തം ഊർജ്ജസ്വലത. അപ്പോൾ സ്നേഹത്തോടെ എൻ്റെ കുട്ടികൾ നന്നായി വളരണം, എൻ്റെ ഭർത്താവ് നല്ല ആരോഗ്യം ഉണ്ടാവണം, ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, സമൃദ്ധി ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി കിച്ചണിൽ പാചകം ചെയ്യുന്ന ആ ഒരു സ്ത്രീയുടെ ചൈതന്യം തന്നെയാണ് ആ വീട് മൊത്തം. സ്ത്രീ തന്നെ എന്നില്ല, ഇപ്പം ഭർത്താവിനായാലും പാചകം ചെയ്യാലോ. അപ്പം ആര് ചെയ്യുകയാണ്? ചിലപ്പോൾ ഭർത്താക്കന്മാർ ഇനി ഇവളെ പിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനിതൊക്കെ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് ആർട്ടിഫിഷ്യലാവും. അതിന് പകരം ആരായാലും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തും ആയിക്കോട്ടെ, അത് ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ, നിങ്ങൾ ഇത് ചെയ്യുമെങ്കിൽ വൃത്തിയായി ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കും. പെർഫെക്ഷൻ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡ് അതിലേക്കാകും. അത് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഇൻവോൾവ് ചെയ്താലേ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതിനെയാണ് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മം നിങ്ങൾ എത്ര ഡെഡിക്കേഷനോടുകൂടി ചെയ്യുന്നു അത്രയും മികച്ച ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർ ഉയരത്ത് പോയിക്കൊണ്ടിരിക്കും, ഒരു സംശയമില്ല. അപ്പം എന്തായാലും മധുബാജി താങ്ക് യു സോ മച്ച്. നമ്മൾ കുറേ നേരമായി 1.5 മണിക്കൂറായി. അപ്പം നമുക്ക് എന്തായാലും നിങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനോ ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യും. I know well you are a good soul. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്ങുകളും നിങ്ങൾക്ക് കിട്ടിയ ഒരു കഴിവുകളും ആളുകളിലേക്ക് കൊടുക്കാൻ സാധിക്കട്ടെ. അതാണ് നിങ്ങളുടെ ജന്മനിയോഗമെന്ന് ആത്മഹത്യക്ക് പിന്തിരിച്ച നിങ്ങളുടെ മാസ്റ്റർ യു ആർ ദ ലീഡർ അല്ലേ? ഞാൻ 3 തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഇപ്പം ചെയ്യുന്നത്. ഒന്ന് ജ്വലനം എന്നുള്ള പ്രോഗ്രാം, അത് 1 ഡേ പ്രോഗ്രാമാണ്. പിന്നെ നിർവാണ എന്നുള്ളൊരു പ്രോഗ്രാം, അത് 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്, അത് മൊത്തത്തിലുള്ള ഹീലിംഗ് പ്രോഗ്രാമാണ്. പിന്നെയുള്ളത് സമൃദ്ധി, അതുപോലെ തന്നെ എ ഡേ ഫോർ സോൾഫുൾനെസ്. ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ്. ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാൾക്കും മോശം ഉണ്ടാകത്തില്ല, നന്മകളെ ഉണ്ടാകത്തുള്ളൂ. വേൾഡ് വൈഡ് ആയിട്ട് ഞാൻ ഈ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മധുബാലൻ MADHUBALN മധുബാലൻ എന്ന് പറയുന്ന എൻ്റെ ചാനലിലൂടെ വീഡിയോകൾ ഞാനത് ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഉള്ള ഡീറ്റെയിൽസൊക്കെ ഇടാറുണ്ട്. നമ്മൾ ലോകത്തിന് എന്താ പറയുക, വിഷമിച്ച് സങ്കടത്തിലിരിക്കുന്ന ആൾക്കാരെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വഴിയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ജന്മനിയോഗം. സൂപ്പർ. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ആ ജേണിയിൽ ഞങ്ങളും വരുന്നു. തീർച്ചയായിട്ടും അതേ സെയിം ജോലി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ക്വിക്കാണ്. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകും. അതെ, അംബാസഡർ കാറ് പോലെ അല്ലെങ്കിൽ കൊഡാക് ക്യാമറ പോലെ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അതുകൊണ്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിന് ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണ് ഇബാദ് റഹ്മാൻ. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു, വേണ്ടവരിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. എന്നാൽ ശരിക്കും അത് ഫീൽ ചെയ്ത ഹൃദയത്തിൽ കൊള്ളുന്ന ആൾക്കാർക്ക് പറ്റുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഞാൻ നന്ദി പറയാണ്. കാരണം ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാർ വന്നിരുന്ന ഒരു വേദിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലേക്ക് ഇനി മഹാന്മാർ വരികയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന വേദിയിലിരിക്കുന്നുള്ളൂ. ഫസ്റ്റ് നിങ്ങളാണ് ഈ സീറ്റ്. അല്ല, ഞാൻ പറഞ്ഞില്ല. അല്ല, അത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ എപ്പോഴും കാണുന്നത്. തീർച്ചയായിട്ടും.